അടുത്ത ക്വസ്റ്റ്യൻ സുമയ്യയോടാണ്. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ ചോദ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം സമൂഹം പെൺകുട്ടികൾ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു മേഖലയാണ്. അവർക്ക് പേടിയുണ്ട്, അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുമോ, പ്രത്യേകിച്ച് മുസ്ലിം വിവാഹങ്ങളിൽ. അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ചോദ്യം. പേടി ഉണ്ടാവത് ഇസ്ലാമിക് മാരേജസിനോടല്ല. ഇസ്ലാമിക് മാരേജസ് എന്ന പേരിൽ നമ്മൾ കൾച്ചറിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഈ പറയുന്ന പോലെ മാമൂലികളെന്ന് പറയാം, അനാചാരങ്ങളെന്ന് പറയാം, അത് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സൊസൈറ്റി അടിച്ച് ഏൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ശരിക്കും നമ്മളിൽ തന്നെ അത് പേടിയുണ്ടാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇസ്ലാമിൽ എന്താണ് മാരേജ്? അതിൽ ഇസ്ലാം വിശേഷിപ്പിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണയും തുണയും ആവണം എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ കൺകുളിർമ ഉണ്ടാവുന്ന ബന്ധം ഉണ്ടാവണം. അതാണ് ശരിക്കും മാരേജ് എന്ന് പറയുമ്പോൾ. നമ്മൾ മാരേജ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറിമണി മാത്രമാണ് കൺസിഡർ ചെയ്യുക. ശരിക്കും അതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെ ആവുന്നു, ആ ജീവിതത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇസ്ലാമിൽ ഒരു വലിയൻ്റെ നേതൃത്വത്തിൽ ഒരു പെൺകുട്ടി അവളുടെ സമ്മതത്തോടെ, ആണിൻ്റെയും പെണ്ണിൻ്റെയും സമ്മതത്തോടെ മെഹർ സ്വീകരിച്ച് അവരവരുടെ ലൈഫ് ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അതിൽ വിറ്റ്നസ് ചെയ്യുന്ന രണ്ട് ഫാമിലി ആയിക്കോട്ടെ, അവർ രണ്ടുപേരും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും അവരവിടെ ലവ് ചെയ്യപ്പെടുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ആ ഫാമിലിയുടെ കൂടിയും റെസ്പോൺസിബിലിറ്റി ആക്കി കൊടുക്കുന്നുണ്ട് ഇസ്ലാമിൽ. ഇന്ന് ഇസ്ലാം ഈ പറഞ്ഞതുപോലെ ഫിയർ ഓഫ് മാരേജ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരുപാട് കാരണങ്ങൾ എണ്ണാൻ പറ്റും. ഇതുപോലെ ലിബറലിസത്തിൻ്റെ ആശയങ്ങൾ വരുന്നത് കൊണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ, അതുപോലെ അതൊരു ട്രെൻഡായി മാറുന്നുണ്ട്. അതുപോലെ ഒരുപാട് റീസൺസ് നമുക്കിതിൽ പറയാൻ പറ്റും. എന്തെങ്കിലും ഇതിൻ്റെ ബേസിക് റീസൺ എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കൊരു അസുഖം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ് ഇന്ന അസുഖം വന്നതെന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്നുള്ള ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളെ ഫാമിലിയാണ് ശരിക്കും അവർക്ക് ഓരോ കാര്യങ്ങളും ഒരു പ്രൈമറി ലേണിംഗ് നടക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നമ്മൾ എത്ര പേര് അല്ലെങ്കിൽ കല്യാണപ്രായമായിട്ടുള്ള മക്കളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും, പഠിച്ചവനെ എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാനെ കൊടുത്തതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാനെ കൊടുത്തതുപോലെ ഒരു പാർട്ട്ണറെ എൻ്റെ ലൈഫിൽ വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഒരിക്കലും അങ്ങനെ ആയിപ്പോവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഫ്രണ്ട്സും എൻ്റെ സർക്കിളുണ്ട്. കാരണം ഒരു സെർട്ടൈൻ ബോർഡർ ഉണ്ട്. അതായത് ഉമ്മയാണെന്നുണ്ടെങ്കിൽ രാവിലെ നീച്ച് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നത് വരെ, അടുക്കളയുടെ ലിമിറ്റ് വരെയാണ് ഉമ്മയുടെ ഉത്തരവാദിത്തം. ഉമ്മ അത് ചെയ്താൽ മാത്രമേ ഉമ്മ എന്നുള്ള റോള് വരുള്ളൂ. ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ആസ്പെക്ട്സും ഡീൽ ചെയ്യുകയും കുറച്ച് ഒച്ചയിടുകയും കുറച്ച് എറഗൻ്റായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഉപ്പ എന്നുള്ളൊരു കഥാപാത്രം. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഉമ്മ രാവിലെ നീച്ച് ഒരു മകൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ആ മകൾ കാണുന്നത് രാവിലെ നീച്ചുമ്മ പറയാണ് ഇവിടെ വ്യക്തിയ മുതലിൻ്റെ കഷ്ടപ്പാട് തുടങ്ങിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മെയിൻ കൺസേൺ എന്താ? പഠിച്ചവനെ ഞാൻ മറ്റൊരു ഉമ്മയായി പോവരുത് എന്നുള്ളതാണ്. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഇതുപോലൊരു ഉപ്പാനെ കണ്ടു വളരുന്ന സമയത്ത് കുറച്ച് ശബ്ദമിടുകയും കുറച്ച് ഹരാസ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനൊരു സൊസൈറ്റിയിലൊരു സോകാൾഡ് പൗരുഷം എനിക്ക് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാകുമ്പോൾ അങ്ങനെ ഒരു ഉമ്മ, അതായത് അടിച്ചമർത്താൻ ഒരു ഉമ്മ വേണമെന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് മക്കളെ പഠിപ്പിച്ചു വിടുന്നത്. അങ്ങനെ ഒരു ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഫ്രീഡം എന്നുള്ളത് മക്കളെ സംബന്ധിച്ച് വലിയൊരു ഫിയറായി മാറും. എൻ്റെ സ്വപ്നങ്ങൾക്ക് അത് ലിമിറ്റ് ചെയ്യും. അതേപോലെ എനിക്ക് ഒന്ന് ശ്വാസം വിടുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായ ആശയങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ തടസ്സമാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പുറത്ത് വലിയ സോഷ്യൽ ഫിഗറും സോഷ്യൽ പ്രൊഫൈലും ക്യാരി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയങ്ങളിൽ ആ ഒരു ഫാമിലിയിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പല ആൾക്കാരും തോറ്റു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് വലിയ എന്തോ തെറ്റായി, ഇതൊക്കെ വലിയ എന്തോ ഇതൊന്നും മക്കളെ കാണിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പെരുമാറുന്നത് വരെ എന്താ പറയുക, ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് ഇൻഹിബിറ്റ് ചെയ്ത് വെച്ച് അങ്ങോട്ടേക്ക് അത് കാണിക്കാൻ മറന്നു പോകുന്ന പാരൻസ് വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ ഇത് കണ്ട് വളർന്നു വരുന്ന സിറ്റുവേഷൻസിൽ ഇതിൻ്റെ പുറത്ത് അത് ആഡ് ചെയ്ത പോലെ ജനറേഷൻ ഗ്യാപ്പ് ഒരു സാധനം വരും. അതായത് അപ്ഡേറ്റഡ് ആവാത്ത പാരൻസിനൊപ്പം മക്കൾ വളരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ചിന്തിക്കാത്ത പാരൻസിനൊപ്പം അവർ ചിന്തിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ഇഷ്യൂസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടതും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് ചെയ്തു തന്നിട്ടും നീ ഇതാണല്ലോ എനിക്ക് തിരിച്ചു തന്നത് പറഞ്ഞ് പലതവണ അവരെ ബ്ലെയിം ചെയ്യുന്ന സമയത്തും എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ചെറിയ ചെറിയ തെറ്റുകൾ വന്ന് പോകുമ്പോഴും സാരല്ല, പടച്ചവനത് പുറത്തു തരും, ഇനി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവരെ കൂടെ നിന്ന് ആ ഇഷ്യൂ ഫേസ് ചെയ്യാൻ നമ്മളവിടെ കൂടെ നിൽക്കണം. എൻ്റെ ഒരു കൊളീഗ് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു കൊളീഗ് ഇപ്പോൾ അടുത്ത് എന്നോട് പറഞ്ഞു,
എൻ്റെ റിലേഷൻ, അതായത് ഒരു അഫെയർ ഉണ്ട്, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ആൾ, എനിക്കത് നന്നായിട്ടറിയാം. പക്ഷെ അതെനിക്ക് വേണ്ടാന്ന് വെക്കാൻ എന്താ പേടിയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. എനിക്കൊരു കാര്യം എൻ്റെ അമ്മനോട് പറയാൻ, അച്ഛനോട് പറയാൻ എനിക്ക് പേടിയാണ്. എനിക്കതും കേൾക്കാൻ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിലെ പല പെൺകുട്ടികൾക്കും ഈ ഒരു കൺസേൺ, അതായത് ഒരു ലിസണറായി മാറുന്നത് ഈ പുറത്തുനിന്ന് വരുന്ന ഈ പറഞ്ഞ സോക്കാൾഡ് ഫിഗേഴ്സാണ്. അത് ലിബറലിസത്തിൻ്റെ ഐഡിയോളജീൻ്റെ രൂപത്തിലാവാം, അതുപോലെ ഈ പറയുന്ന എല്ലാമായി മാറുന്ന ആളുകളുടെ രൂപത്തിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് കയറി വരാനും അവരുടെ ലൈഫിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ അറേഞ്ച് മാരേജ് എപ്പോഴും സ്കെയറി ആണെന്ന് പറയുന്നിടത്ത് നമ്മുടെ ഡാറ്റാസ് എടുത്ത് നോക്കിയാൽ അറിയാം, അറേഞ്ച് മാരേജസിലാണ് ഏറ്റവും കുറവ് കൊളാപ്സ്. കോഹാബിറ്റേഷനിലാണെങ്കിലും ലവ് മാരേജസിലാണെങ്കിലും അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. പക്ഷേ എന്നാൽ പോലും സ്വന്തം വീടുകളിൽ വന്ന് ഉമ്മാനോടും ഉപ്പാനോടും പറയുന്നത്ര സിറ്റുവേഷൻ ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യണ്ടല്ലോ എന്നുള്ളതാണ് ഓരോ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് ഇസ്ലാമിക് കൾച്ചറാണ്. ഒരു വീടാകുന്ന സമയത്ത് മകളാണെങ്കിലും മകനാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഇസ്ലാം കൊടുത്തിട്ടുള്ള അവകാശങ്ങളും നിയന്ത്രണങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ഉമ്മയും ഉപ്പയും എങ്ങനെ ആവണം, ഒരു പാർട്ട്ണർ എങ്ങനെയാണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള പഠനം നമ്മുടെ വീടുകളിൽ നിന്ന് നടക്കണം. അതിനാവണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവട്ടെ. അസ്സലാമു അലൈക്കും.